ഓട്ടോ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ആദ്യമായി എറണാകുളം ജില്ലയിൽ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി ഓട്ടോക്കാരൻ എന്നൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓട്ടോക്കാരൻ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ആദ്യം തന്നെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉറപ്പുവരുത്തുക. ശേഷം മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ വലത് ഭാഗത്തായിട്ട് കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ഓപ്ഷൻ ഓൺ ആയി കിടക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ടേൺ ഓഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ബാക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഓട്ടോക്കാരൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ലഭിച്ച APK ഫയൽ സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഓപ്പൺ. ഓട്ടോക്കാരൻ ആപ്പ് ലോഗിൻ പേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്റ്റാൻഡിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നൽകുക. യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നൽകിയതിനു ശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓട്ടോക്കാരൻ ആപ്പ് എന്ന പേജിലേക്ക് ലോഗിൻ ആയി കഴിഞ്ഞു. ഈ പേജിൽ പ്രധാന വിവരങ്ങളാണ് നൽകേണ്ടത്. അടിസ്ഥാന വിവരങ്ങളായ ആദ്യം തന്നെ പ്രൊഫൈൽ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേക്ക് ഫോട്ടോയും ചൂസ് ഫയൽസ് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ടേക്ക് ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുക. അതല്ല, മൊബൈൽ ഫോണിൽ ഗാലറിയിലോ ഫയലുകളിലോ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യുക. ശേഷം പേര് നൽകുക. കൃത്യമായി പേര് തെറ്റാതെ നൽകുക. ആദ്യം തന്നെ ജനനത്തീയതി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വർഷം എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് വർഷം സെലക്ട് ചെയ്യുക. മാസം സെലക്ട് ചെയ്യുക. ശേഷം ദിവസം സെലക്ട് ചെയ്യുക. ഓക്കെ അടിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് ഇവിടെ കാണിക്കും. അടുത്താറിൽ കാണുന്ന 12 നമ്പർ തെറ്റാതെ കൃത്യമായി ഇവിടെ നൽകുക. ഇനി ലിംഗം ആൺ, സ്ത്രീ, മറ്റുള്ളവ ഇതിലേതാണോ തിരഞ്ഞെടുക്കുക. മേൽവിലാസം മുഴുവനായും തെറ്റാതെ കൃത്യമായി നൽകുക. ശേഷം ഫോൺ നമ്പർ നൽകുക. നിങ്ങൾ ഏത് ഏരിയ കമ്മിറ്റിയുടെ യൂസർ നെയിമും പാസ്വേഡുമാണോ നൽകിയത് അത് ഓട്ടോമാറ്റിക്കലി മേഖല, ഏരിയ, സ്റ്റാൻഡ് എന്നിവ കൃത്യമായി ഇവിടെ കാണിക്കുന്നതായിരിക്കും. കുടുംബ വിവരങ്ങളാണ് ഇനി അടുത്തത്. സ്വന്തം വീടാണോ അല്ലയോ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അല്ല എന്നതാണെങ്കിൽ വാടക വീടാണോ അല്ലയോ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. കുടുംബത്തിലുള്ള ആകെ അംഗങ്ങളുടെ എണ്ണം ഇവിടെ കൊടുക്കുക. ശേഷം പ്രായപൂർത്തിയായവരുടെ എണ്ണം ഇവിടെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ എണ്ണം താഴെ വരുന്നതായിരിക്കും. ഇനി വാഹന വിവരങ്ങളാണ്. സ്വന്തം വാഹനമാണോ അല്ലയോ സെലക്ട് ചെയ്യുക. ആണെങ്കിലാണ്, ആണെങ്കിൽ വാഹന രജിസ്ട്രേഷൻ നമ്പർ, രജിസ്ട്രേഷൻ വർഷം, ഇൻഷുറൻസ് പുതുക്കിയ തീയതി കൃത്യമായി നൽകുക. അല്ല എന്നാണ് ഓപ്ഷനെങ്കിൽ വാഹന ഉടമയുടെ പേരും വാഹന ഉടമയുടെ ഫോൺ നമ്പർ, വാഹന രജിസ്ട്രേഷൻ നമ്പർ, ഇൻഷുറൻസ് പുതുക്കിയ തീയതി ഇത് കൃത്യമായി നൽകുക. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൃത്യമായി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി ലൈസൻസിൻ്റെ ഫോട്ടോ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് ലൈസൻസ് ഫോട്ടോകൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതുപോലെ ടേക്ക് ഫോട്ടോ ഓർ ചൂസ് ഫയൽ ഫോട്ടോ എന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടേക്ക് ഫോട്ടോ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ
അപ്പോൾ തന്നെ ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതല്ല, ഫോണിൽ ലൈസൻസിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ കൊടുത്ത് ഫോണിൽ നിന്നും ലൈസൻസിൻ്റെ ഫോട്ടോ തിരഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ആരോഗ്യ വിവരങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. രക്തദാനത്തിന് തയ്യാറാണോ അല്ലയോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, എടുത്ത വർഷം. ഇല്ലെങ്കിൽ ഇല്ല. ക്ഷേമനിധി വിവരങ്ങൾ, ക്ഷേമനിധിയിൽ അംഗമാണോ? ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. മെമ്പർഷിപ്പ് വിവരങ്ങളാണ്. മെമ്പർഷിപ്പ് ആണോ? ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. ആണെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് തരം പഴയതാണോ പുതിയതാണോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മെമ്പർഷിപ്പ് തീയതി ടൈപ്പ് ചെയ്യുക. ഫീ അടച്ച രീതി ഓൺലൈൻ ആണോ ക്യാഷ് ആണോ എന്ന് തിരഞ്ഞെടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുക. ക്യാഷ് ആണെങ്കിൽ പണം നൽകിയ തീയതി കൃത്യമായി ടൈപ്പ് ചെയ്യുക. പണം കൈപ്പറ്റിയ ആളുടെ പേരും കൃത്യമായി നൽകുക. പണം സ്വീകരിച്ചതിൻ്റെ റെസീപ്റ്റ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഓൺലൈൻ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇവിടെ കൃത്യമായി അപ്ലോഡ് ചെയ്യുക, സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓട്ടോക്കാരൻ ആപ്പ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. ഇനി നിങ്ങളുടെ രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം താഴെ കാണുന്ന ഓപ്ഷനിൽ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡിൽ ആരൊക്കെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പേരുകൾ ഇവിടെ കൃത്യമായി കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്ത സമയത്ത് സ്റ്റാൻഡ് കൺവീനറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ടായിരുന്നു ലോഗിൻ ചെയ്തത്. നിങ്ങളുടെ രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ചതുകൊണ്ട് ഇനി ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രം മതി.